ഏസ്തെറ്റിക് ജേണൽ എങ്ങനെയുണ്ട് കാണാനായിട്ട്? ഏസ്തെറ്റിക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ജേണൽ സപ്ലൈസ് ഒന്നും കയ്യിലില്ലാത്തവർ ഇനി വിഷമിക്കേ വേണ്ട. കയ്യിലുള്ള കുറച്ച് സംഭവങ്ങൾ എടുത്ത് നമുക്കൊരു ഈസി ആയിട്ട് ഏസ്തെറ്റിക് ആയിട്ടൊരു ജേണൽ ഉണ്ടാക്കിയെടുത്താലോ. ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പരിചയം ഉണ്ടാവും. ഫസ്റ്റ് വൺ നമ്മൾ ടീഷർട്ടൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു കാർഡ്ബോർഡ് ആണേ. പിന്നെ സെക്കൻഡ് വൺ കാണിച്ചത് ട്രെയിൻ ടിക്കറ്റ് ആണ്. ഇപ്പതാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ അതിന് കൂടെ കിട്ടുന്ന ഒരു കവർ. നമ്മൾ ഈ ജേണൽ ഉണ്ടാക്കുമ്പോൾ കത്രികയുടെ ഒന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ പിച്ച് ചീന്തി ഒട്ടിച്ചു കൊടുക്കാം. അത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. പിന്നെ അതാ എനിക്ക് ഡേറ്റ് വേണം തോന്നി, അതുകൊണ്ട് തന്നെ ഞാനൊരു പേപ്പറിൽ ഇതേ ഇങ്ങനെ എഴുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനൊന്ന് പ്ലേസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡേറ്റ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്ലവർ വേണം. അതിന് ഞാൻ കളർ കൊണ്ട് ഫ്ലവർ വരച്ച് അതൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലവർ ഡയറക്റ്റ് ഒട്ടിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷേ ട്രെയിൻ ടിക്കറ്റ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചീന്തിയെടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ നമുക്കൊന്ന് ഫ്ലവർ വെച്ച് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ജേണലൊക്കെ ചെയ്യുന്നത് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ ജേണൽ എങ്ങനെയെന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലൊട്ടിച്ച ആ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവർ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുളിച്ചെടുക്കുക കേട്ടോ. എത്രത്തോളം ചുളുക്കി വെക്കുന്നുണ്ട് അത്രത്തോളം നമുക്കൊരു എസ്തെറ്റിക് ലുക്ക് കിട്ടും. അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാനിതേ ഇങ്ങനെ 2 പേപ്പർ എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. ഞാനിതേ ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്.
അപ്പോൾ ദേ ഞാൻ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. വരച്ചെടുത്തത് ഒന്നിന് പുറകെ ഒന്നായി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ടീഷർട്ടൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അത് വെച്ചൊരു എൻവലപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് അതിന് മുകളിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള പേപ്പേഴ്സിന്റെ ചെറിയ പീസ് എടുക്കാം. ഞാൻ കളർ ചെയ്ത് വെച്ച 2 റൗണ്ട് പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഷീറ്റും അതുപോലെ നമ്മുടെ ട്രെയിൻ ടിക്കറ്റിന്റെ ഷീറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എൻവലപ്പ് ഉണ്ടാക്കിയ കാർഡ് ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് വെക്കാം. അത് ഞാനിത് ഈ ഒരു ഷേപ്പിൽ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി ഇതേ നമ്മുടെ ബ്രൗൺ പേപ്പറിൽ ഞാൻ ജസ്റ്റ് ഇതേ ഈ രീതിയിൽ ഒന്ന് ലൈൻ വരച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിന് താഴെ സ്പേസ് ഉള്ളിടത്തൊക്കെ ഇഷ്ടമുള്ള കോഡ്സ് ഒക്കെ എഴുതി വെക്കാം. നമ്മുടെ ഇന്നത്തെ എക്സ്പീരിയൻസ് വേണേലും എഴുതാം കേട്ടോ. പിന്നെ ഞാനിത് ഒരു ചെറിയ കോട്ട് എഴുതി എൻവലപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കണ്ട. ജസ്റ്റ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻ്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂലേ.